ഓക്കെ, നമ്മളെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹമീദ്, ഗോപാൽ ആൻഡ് ജോർജ് ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. മൂന്നാളുണ്ട് അല്ലേ? ഹമീദ്, ഗോപാലൻ, ജോർജ് ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. Gopalan died on 1st March 2021. The books of accounts reveals the following. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കുറെ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ജനറൽ റിസർവ് ഉണ്ട്. അത് ബാലൻസ് ഷീറ്റിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ് അല്ലെ. ജനറൽ റിസർവ് എത്രയുണ്ട്? 21,000 ഉണ്ട്. ദെൻ ഗോപാലൻ ക്യാപിറ്റൽ, അയാളുടെ ക്യാപിറ്റൽ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. പിന്നെ ഗോപാലൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്, ഡ്രോ ചെയ്തിട്ടുണ്ട്. അതാണ് 10,000 കാണുന്നത്. വാല്യൂ ഓഫ് ഗുഡ് വിൽ ഇവർ കണ്ടുപിടിച്ചതാണ്. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്രയാണ് വരുന്നത്. 36,000 ആണ് ഇവരുടെ ഗുഡ് വിൽ വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1:1 ഈക്വലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 3 പേരും എന്താണ്? ഈക്വലി ആണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർസിന് ഡ്യൂ ആയി കിടക്കുന്ന എമൗണ്ട് എത്രയാണ്? അയാളുടെ നോമിനിക്ക്, അയാളുടെ പിന്നെ ഫാമിലിക്ക് ഡ്യൂ ആവുന്ന എമൗണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത്. എന്താ വരയ്ക്കേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് നമുക്കറിയാവുന്നതാണ്. രണ്ട് എമൗണ്ടുകൾ അല്ലെ. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ അയാളുടെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെ, അയാളുടെ ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ബൈ ബാലൻസ് ബ്രോഡ് ആണ്. എത്രയായിരുന്നു ഉള്ളത്? നമുക്ക് നോക്കാം. എത്രയായിരുന്നു ഉള്ളത്? അദ്ദേഹത്തിന്റെ ബാലൻസ് 50,000 ആണ് അല്ലെ. ഗോപാലൻസ് ക്യാപിറ്റൽ ഉള്ള എത്രയാ? 50,000 ആണ്. 50,000 അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട് അല്ലെ. ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് ഉള്ളത്? 21,000 അല്ലെ. ജനറൽ റിസർവ് ഉള്ളത് 21,000 ആണ്. 21,000. ഈ 21,000 മുഴുവനായിട്ട് നമുക്ക് ഇയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഗോപാലിന് കൊടുക്കാൻ പറ്റുമോ? നോ. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച എമൗണ്ട്. പ്രോഫിറ്റിന്റെ മറ്റൊരു രൂപമാണ് ജനറൽ റിസർവ്. അപ്പൊ ഇത് മൂന്നാൾക്കും ഒരേപോലെ അവകാശപ്പെട്ടല്ലേ. അപ്പം 1:1 അല്ലേ. അപ്പൊ ഗോപാലിന് എത്ര ഉണ്ടാവും? ജനറൽ ബൈ ജനറൽ റിസർവ്. ഗോപാലിന് എത്ര ഉണ്ടാവും? 21,000 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 7,000 രൂപ ഉണ്ടാവും. എത്ര ഉണ്ടാവും? 7,000 രൂപ ഉണ്ടാവും. ആ മൂന്നാൾക്കും ഈക്വൽ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിസർവ് നമ്മൾ എടുത്തു, ക്യാപിറ്റൽ നമ്മൾ എടുത്തു, പിന്നെ പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. പ്രോഫിറ്റ് എത്രയുണ്ട്? 18,000 രൂപയുണ്ട് അല്ലെ. 18,000 പ്രോഫിറ്റ് ഉണ്ട്. സോ ഈ പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വീതിച്ചു കൊടുക്കണം. അപ്പൊ പ്രോഫിറ്റ് 18,000 ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇയാൾക്ക് കിട്ടുമോ? ഇയാൾക്ക് എത്ര കിട്ടൂ? ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 6,000 ഉണ്ടാവും അല്ലെ. 6,000 ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താണുള്ളത് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? യെസ്, ഡ്രോയിങ്സ് ഉണ്ട്. 10,000 രൂപ ഡ്രോയിങ്സ് ഉണ്ട് അല്ലെ. 10,000 രൂപ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ കൂട്ടുന്ന ഐറ്റം ആണോ കുറയ്ക്കുന്ന ഐറ്റം ആണോ? കുറയ്ക്കുന്ന ഐറ്റം ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഡ്രോയിങ്സ് ചെയ്തു. ഡ്രോയിങ്സ് 10,000 ഡ്രോയിങ്സ്. ക്യാപിറ്റൽ കുറയ്ക്കുന്ന ഐറ്റം ആണ്, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി വേറെ എന്താണ് ഐറ്റം വരുന്നത്? വാല്യൂ ഓഫ് ഗുഡ് വിൽ അല്ലെ. ഗുഡ് വിൽ 36,000 രൂപയുണ്ട് അല്ലെ. ഏതോ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ് വിൽ 36,000 രൂപയുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. ഈ 36,000 രൂപ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ് വിൽ ആണ്. ഈ ബിസിനസിന്റെ മൊത്തം ഫേം ആണ്. അപ്പൊ ഇവിടെ 3 പേർക്കും 1:1 ആണ് ഷെയർ ഉള്ളത്. അപ്പം ഈ റിട്ടയർ ചെയ്തു പോകുന്ന ഗോപാലൻ എന്ന് പറഞ്ഞ ആൾക്ക് ഇതിന്റെ 1/3 ആർക്ക് കൊടുക്കണം? ഗോപാലിന് കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണ്. മറ്റുള്ള പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്നും നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. പകരം ഇതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ 36,000 ഇൻറ്റു 1/3 ഈക്വൽ ടു 12,000. 12,000 രൂപ എന്തുണ്ട്? ഗുഡ്വില്ലിന്റെ ഷെയറും കൂടെ ഇയാൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ഗുഡ്വില്ലിന്റെ ഷെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രീമിയം അല്ലെ. ഓക്കെ, പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതി? 12,000. 12,000 രൂപയും കൂടെ ഇയാൾക്ക് കിട്ടണം. ഓക്കെ, നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് ചെയ്യാം. ഓക്കെ,
ഇതൊക്കെ ഇയാൾക്ക് കിട്ടാനുള്ളതാണ്, ഇയാൾ കൊടുക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ 50ഉം 57ഉം 67ഉം 69ഉം 75 അല്ലെ. എത്ര വരുന്നുണ്ട്? 75,000 വരുന്നുണ്ട് ടോട്ടൽ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 50ഉം 62ഉം 68ഉം 75. അടുത്ത് നമ്മൾ ഇവിടെ എഴുതുന്നു. എത്ര സെയിം ടോട്ടൽ വരുന്നത്? 75,000 തന്നെ. 75,000 നിന്ന് 10 പോയാൽ എത്ര പോകും? എത്ര ഉണ്ടാവും? 65,000. ഇത് നമ്മൾ സാധാരണ നമ്മൾ എന്താ എഴുതല്? ബാലൻസ് ക്യാരിഡ് ഓൺ എഴുതും അല്ലെ. ബാലൻസ് ക്യാരിഡ് ഓൺ എഴുതി കഴിഞ്ഞാൽ അയാളുടെ ക്യാപിറ്റൽ ആയിട്ട് എവിടെ ഉണ്ടാവും? ബാലൻസ് ഷീറ്റിനകത്ത് ഉണ്ടാവും. പക്ഷെ അയാൾ ഇനി ഉണ്ടോ? ഇല്ല. അയാളുടെ ക്യാപിറ്റൽ ആണോ? ഇല്ല. സോ ദിസ് ഈസ് ദി എമൗണ്ട് ഡ്യൂ ടു. ഈ എമൗണ്ട് ആർക്ക് കൊടുക്കാനുള്ള? അവരുടെ ലീഗൽ ഹെയർസിന് കൊടുക്കാനുള്ള. സോ ദിസ് ഈസ് ദി എമൗണ്ട് ഡ്യൂ ടു ലീഗൽ ഹെയർസ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ അല്ലെ. മരിച്ച ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് കൊടുക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് ഈ ബാലൻസ് ഇല്ലേ, ഇതാണ് എന്ത് ഇയാൾക്ക് കൊടുക്കാനുണ്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?